Good morning, dear students. Unit costing third method ആണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. Third method എന്ന് പറയുന്നത് third method of preparing tender quotations or third method of preparing quotation cost sheet. അപ്പോൾ അവിടെ third methodൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ പ്രൈസിൻ്റെ എഫക്റ്റുകളാണ്, അല്ലെങ്കിൽ ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റുകളുടെ എഫക്റ്റുകളാണ്. എങ്ങനെയാണ് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നത്? പ്രൈസ് ഫിക്സേഷനെ എഫക്റ്റ് ചെയ്യുന്നത് ഓരോ ലെവൽസ് ഓഫ് ആക്ടിവിറ്റിയിൽ. ഇത് നമ്മൾ ഇതേ സെയിം ടോപ്പിക്ക് നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ പഠിച്ചതാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്താണ് ഒരു സ്പെഷ്യൽ ഓർഡർ നമുക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കൊട്ടേഷൻ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത്തരം ചേഞ്ചസ്, ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റുകളിൽ വരുന്ന ചേഞ്ചസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർകാസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് വെച്ച് ഒരു പുതിയ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. ആ തേർഡ് പോയിൻറ്റിലെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇന്നും അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഫിക്സഡ് ആൻഡ് വേരിയബിൾ വെച്ച് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏറെക്കുറെ നമ്മുടെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിനോട് സാമ്യമുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ അതെടുത്ത് കഴിഞ്ഞ കാരണം കൊണ്ടും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ആ ടോപ്പിക്ക് കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പേജ് നമ്പർ 300 ഇല്ലസ്ട്രേഷൻ 17 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. The cost of manufacturing 5,000 units of a commodity comprises, അതായത് 5000 യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി മാനുഫാക്ചർ ചെയ്യുന്നതിലെ കോസ്റ്റ് എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്, കോസ്റ്റുകളാണ് അതിലുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. മെറ്റീരിയൽസ് 40,000, വേജസ് 50,000, ഡയറക്റ്റ് വേജസ് 800, ഫിക്സഡ് ഓവർഹെഡ്സ് 36,000 ആൻഡ് വേരിയബിൾ ഓവർഹെഡ്സ് 10,000. ഇത്രയാണ് അതിലുള്ളത്. അപ്പോൾ മെറ്റീരിയൽസ്, വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, അപ്പോൾ ഇത് മൂന്നും കൂട്ടിയാൽ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓവർഹെഡ് നമുക്ക് തന്നിട്ടുള്ളത് 2 ഓവർഹെഡ് ആയിട്ടാണ്, ഒന്ന് ഫിക്സഡ് ഒന്ന് വേരിയബിൾ ആയിട്ടാണ് കേട്ടോ. ഇത്രയാണ് ചാർജസ് ഉള്ളൂ. ഇനി പറയുന്നു ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് എവറി 1000 എക്സ്ട്രാ യൂണിറ്റ്സ് ഓഫ് ദ കമ്മോഡിറ്റി, അതായത് ഓരോ 1000 യൂണിറ്റ് എക്സ്ട്രാ ഉണ്ടാക്കുമ്പോഴും ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് ആസ് ഫോളോസ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു? ഇൻക്രീസസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇൻക്രീസസ് എന്നുള്ള രീതിയിൽ തന്നെ അത് മനസ്സിലാക്കണമെന്നില്ല കേട്ടോ. ഇൻക്രീസസ് തന്നെ വരുന്ന നിർബന്ധമൊന്നുമില്ല, ചേഞ്ച് വരും അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, യൂണിറ്റ് കൂടുന്തോറും പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇൻക്രീസസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അതിനുള്ളിൽ ചില ഡിക്രീസ് ചെയ്യുന്ന പോയിൻറ്റ്സ് ഉണ്ടാവാം. ഞാൻ വായിക്കാം എന്തൊക്കെയാണ് ഇൻക്രീസസ് എന്ന് പറഞ്ഞിട്ട് ആസ് ഫോളോസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, മെറ്റീരിയൽസ് പ്രൊപ്പോർഷനേറ്റ്ലി. മെറ്റീരിയൽസ് പ്രൊപ്പോർഷനേറ്റ് ആണ്. പ്രൊപ്പോർഷനേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് കൂടുമ്പോൾ കൂടുകയും, അതായത് ഡയറക്റ്റ് വേരിയബിളാണ്. വേരിയബിൾ പോയിൻ്റ് ഓഫ് വ്യൂവിൽ തന്നെ അത് കൂടും, കുറേയൊക്കെ ഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ ചെയ്യും. 2, സെക്കൻഡ് പോയിൻറ്റ്, വേജസ് 10% ലെസ് ദെൻ പ്രൊപ്പോർഷനേറ്റ്ലി. വേജസ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ അല്ല, അതിലെന്ത് ചെയ്യുന്നു? സാധാരണ പ്രൊപ്പോർഷനിൽ നിന്ന് 10% കുറഞ്ഞിട്ടാണ് അതെന്ത് ചെയ്യുന്നത്? ഓരോ 1000 യൂണിറ്റിലും ഇൻക്രീസ് ചെയ്യുന്നത്. തേർഡ് പോയിൻറ്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ് പ്രൊപ്പോർഷനേറ്റ്ലി. ഡയറക്റ്റ് എക്സ്പെൻസ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് മാറുന്നത്. ഫോർത്ത് പോയിൻറ്റ്, ഫിക്സഡ് ഓവർഹെഡ് 400 എക്സ്ട്രാ. ഫിക്സഡ് ഓവർഹെഡ് 400 രൂപ, ഓരോ 1000 യൂണിറ്റിനും 400 രൂപ എന്തായിട്ട് വരുന്നു? എക്സ്ട്രാ ചാർജ് വരുന്നു. ഫിഫ്ത്ത് പോയിൻറ്റ്, വേരിയബിൾ ഓവർഹെഡ് 25% ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ്ലി. വേരിയബിൾ ഓവർഹെഡ് പ്രൊപ്പോർഷനേറ്റ്ലി ആയിട്ടല്ല ചേഞ്ച് വരുന്നത്, അതിൽ നിന്ന് 25% കുറവായിട്ടാണ് ചേഞ്ച് വരുന്നത്. ഇനി നമ്മളോട് 2 ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിട്ടുള്ളത്. എ പോയിൻറ്റ്, കാൽക്കുലേറ്റ് ദി എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 8,000 യൂണിറ്റ്സ് ഓഫ് ദ കമ്മോഡിറ്റി. നമ്മൾ എന്ത് ചെയ്യണം? 8000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ പോയിൻറ്റ്, ബി പോയിൻറ്റ്, ഷോ ഹൗ മച്ച് ഇറ്റ് വുഡ് ഡിഫർ ഇഫ് ഫാക്ടറി ഓവർഹെഡ് ഈസ് ബേസ്ഡ് ഓൺ ലേബർ. ഫാക്ടറി ഓവർഹെഡ് സാധാരണ നമുക്കറിയാമല്ലോ, ഓവർഹെഡ് വെച്ചെടുക്കുകയാണെങ്കിൽ ഫാക്ടറി ഓവർഹെഡ് ലേബറിൻ്റെ മുകളിലാണ്, ഡയറക്റ്റ് വേജസിൻ്റെ മുകളിലാണല്ലോ ചാർജ് ചെയ്യുന്നത്.
അല്ലെങ്കിൽ സാധാരണ അങ്ങനെയാണല്ലോ കാണുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണ് വ്യത്യാസം, ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 5000-ൻ്റെയും 8000-ൻ്റെയും ആണ് കാണണ്ടോ, പക്ഷേ ഓരോ 1000-ത്തിനാണ് നമുക്ക് റേറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് 5000 8000 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3000 ആണ്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ ചെയ്തിട്ടുള്ള പോലെ ചെയ്യാം. ആദ്യം 5000-ൻ്റെ കോളം വരയ്ക്കാം. രണ്ടാമത് എക്സ്ട്രാ വരുന്ന 3000. എക്സ്ട്രാ 3000 എന്ന് പറയാൻ കാരണം ഓരോ 1000-ത്തിനാണ് എക്സ്ട്രാ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 3000 എക്സ്ട്രാ യൂണിറ്റ്സ് എടുത്ത് 5000 + 3000 ആണ് എന്തായിട്ട് വരുന്നത്? ടോട്ടൽ 8000 യൂണിറ്റ്സ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ 3 കോളം വരച്ച് ടെക്സ്റ്റിൽ ചെയ്തിട്ടുള്ള കുട്ടികൾ ആ പ്രോബ്ലം വായിക്കുമ്പോൾ തന്നെ പ്രോബ്ലം ചെയ്തത് കൂടി ഒന്ന് ശ്രദ്ധിക്കുക. 3 കോളാണ് ടെക്സ്റ്റിൽ വരച്ചിട്ടുള്ളത്. 5000 യൂണിറ്റ്സ്, 3000 എക്സ്ട്രാ യൂണിറ്റ്സ് ആൻഡ് 8000 യൂണിറ്റ്സ്. 5000 യൂണിറ്റ്സിനോട് കൂടി 3000 എക്സ്ട്രാ യൂണിറ്റ്സ് ആഡ് ചെയ്യുമ്പോഴാണ് 8000 യൂണിറ്റ്സ് ടോട്ടൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. രണ്ടായിട്ട് വരച്ചാൽ മതി, 5000 8000 ആയിട്ട് വരച്ചാൽ മതി. പക്ഷേ ചില എക്സ്പെൻസുകൾ, ഫോർ എക്സാമ്പിൾ എന്താണ് ഫിക്സഡ് ഓവർ ഹെഡ്, അതുപോലെ തന്നെ ഡയറക്റ്റ് വേജസിൽ കുറവ് വരുന്നു, അത്തരം എക്സ്പെൻസുകൾ കൂടി ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള എക്സ്ട്രാ 3000 യൂണിറ്റ്സ് എന്ന് പറയുന്ന ഒരു കോളം വരച്ചിട്ടുള്ളത്. ഇത് എ പോയിൻ്റ് ആണ്, എ ക്വസ്റ്റ്യൻ ആണ്. ബി പോയിൻ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? നമ്മളൊരു കോസ്റ്റ് ഷീറ്റ് കൂടി വരയ്ക്കണം. ഇത്ര 8000 യൂണിറ്റിന് അവിടെ പ്രൈം കോസ്റ്റ് വരെ യാതൊരു മാറ്റമില്ല. പ്രൈം കോസ്റ്റ് കഴിഞ്ഞ് ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള കോസ്റ്റ് ഷീറ്റിൽ, അതായത് 8000 യൂണിറ്റിൻ്റെ കോസ്റ്റ് ഷീറ്റിൽ ഫിക്സഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്, ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് വേജസിൻ്റെ എത്ര ശതമാനമാണ് എന്ന് നോക്കിയിട്ട് അത് ആ പ്രൊപ്പോർഷനായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ക്വസ്റ്റ്യൻ അടങ്ങിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, എയും ബിയും ഉണ്ട്. അപ്പോൾ നമുക്കിതിന് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ എ പോയിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ള 8000 യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് കാണാനാണ്. പക്ഷെ തന്നിട്ടുള്ളത് 5000 യൂണിറ്റ്സിൻ്റെ ഡീറ്റെയിൽസാണ്. അതുകൊണ്ടാണ് 5000 യൂണിറ്റ്സും 8000 യൂണിറ്റ്സിൻ്റെയും ആദ്യത്തെയും മൂന്നാമത്തെയും കോളം വരച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കോളം ശരിക്കത് ആ കോളം ആവശ്യമില്ല, പക്ഷെ അത് വരച്ചിട്ടുള്ളത് നമുക്ക് തന്നിട്ടുള്ള ഇൻക്രീസ് എമൗണ്ട് എവറി 1000 എക്സ്ട്രാ യൂണിറ്റ്സിനാണ്. 5000 യൂണിറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള 5000 യൂണിറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നു. അത് കൂടാതെ 8000 യൂണിറ്റിലേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എവറി 1000 യൂണിറ്റ്സിനാണ്. അതുകൊണ്ടാണ് എക്സ്ട്രാ 3000 യൂണിറ്റ്സ് എന്നുള്ള കോളം ആഡ് ചെയ്യാനുള്ള കാരണം. ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ മെറ്റീരിയൽസ്, മെറ്റീരിയൽസിൻ്റെ എമൗണ്ട്, മെറ്റീരിയൽസിന് നമുക്ക് എമൗണ്ട് വന്നിട്ടുള്ള 40,000 ആണ്. ഇത് വളരെ ചെറിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. 40,000 ആണ് മെറ്റീരിയൽസിന് എമൗണ്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത കോളംസ് ഒക്കെ എഴുതാം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് 5000 യൂണിറ്റിൻ്റെ കംപ്ലീറ്റ് ചെയ്യായിരിക്കും നല്ലത്. മെറ്റീരിയൽസ് കഴിഞ്ഞാൽ അടുത്ത് വേജസ്. വേജസ് വന്നിട്ടുള്ള 50,000. Then direct expenses. Direct expenses വന്നിട്ടുള്ളത് 800. ഇതാണ് നമ്മുടെ പ്രൈം കോസ്റ്റ്. ഇനി അതിനോടുകൂടി പ്രൈം കോസ്റ്റിനോടുകൂടി ഫിക്സഡ് ഓവർ ഹെഡ്, വേരിയബിൾ ഓവർ ഹെഡ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഫാക്ടറി ഓവർഹെഡ്സ് എന്നുള്ള പേരിലുള്ള ഫിക്സഡ് ആൻഡ് വേരിയബിൾ, അത് രണ്ട് ഫാക്ടറി ആയിരിക്കാം. ദെൻ ആഡ് ഫിക്സഡ് ഓവർഹെഡ്സ്. ഫിക്സഡ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞിട്ടുള്ളത് 36,000 ആണ്. ഇനി വേരിയബിൾ ഉള്ള കാരണം അതും നമുക്ക് എന്ത് ചെയ്യാം, അതും ആഡ് ചെയ്യാം. വേരിയബിൾ ഓവർഹെഡ്സ്. വേരിയബിൾ ഓവർഹെഡ്സ് എന്ന് പറയുന്നത് 10,000 ആണ്. 10,000. ഒന്ന് 36,800. വേറെ എക്സ്പെൻസ് ഒന്നുമില്ല. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ്റെ കോസ്റ്റായി. പ്രൊഡക്ഷൻ കോസ്റ്റാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരിക്കുക. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് എവറി 1,000 എക്സ്ട്രാ യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് ആസ് ഫോളോസ് എന്നാണ്. അതായത് ഓരോ 1000 യൂണിറ്റിനും താഴെ പറയുന്ന ചേഞ്ചസ് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 8,000 യൂണിറ്റ്സ് ആണ്. 8,000 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ 3,000 കൂടി കൂട്ടണം, എന്നാലാണ് 5,000-ൻ്റെ കൂടെ 3,000 കൂട്ടണം. 3,000 കൂട്ടിയാലാണ് 8,000 കിട്ടുള്ളൂ. അപ്പോൾ 3 times ആണ് നമ്മുടെ എന്ത് വരിക, ഇൻക്രീസ് വരിക. വലിയ കാര്യമായിട്ട് പറയേണ്ട കാര്യമില്ല. ഇതിൻ്റെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന മോഡൽ മാത്രമേ വ്യത്യാസമുള്ളൂ, നമ്മൾ ചെയ്യുന്നതിലൊന്നും വ്യത്യാസമില്ല കേട്ടോ. ഇനി നമുക്ക് മെറ്റീരിയൽസ് എടുത്ത് നോക്കാം. മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് എന്താണ് പറഞ്ഞത് നോക്കാം. മെറ്റീരിയൽസിൻ്റെ എമൗണ്ടിൽ ഇതൊന്നും വലിയ കാര്യമില്ല, കാരണം മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് 40,000 രൂപയാണ്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾ വർക്കിംഗ് നോട്ട് പ്രൊവൈഡ് ചെയ്യണം, ഞാൻ വർക്കിംഗ് നോട്ട് ഇവിടെ എഴുതി മായ്ക്കും. 40,000 രൂപയാണ് നമ്മുടെ മെറ്റീരിയൽസിൻ്റെ ചാർജ്. സാധാരണ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെയേ ഉള്ളൂ. 40,000 ഡിവൈഡ് ബൈ 5,000, കാരണം എന്താ, 5,000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോഴാണ് 40,000. വേരിയബിൾ അല്ലേ. അപ്പോൾ 8 രൂപ ഇൻറ്റു 8,000 ചെയ്താൽ മതി. അപ്പോൾ ലാസ്റ്റ് കോളത്തിലേക്ക് നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ്? 64,000. എന്തായാലും 1000 യൂണിറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, എക്സ്ട്രാ 3,000 കാണും. അപ്പോൾ ഇതിങ്ങനെ ഡയറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഒരു എക്സ്ട്രാ 3,000 കാണണം എന്നില്ല. അതങ്ങനെ കൊടുത്തിട്ടുള്ള ഫിക്സഡിൻ്റെയൊക്കെ ഒരു ചേഞ്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ 3,000 എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം, എന്താണ്, 40,000 വേരിയബിൾ കോസ്റ്റ് വരുമ്പോൾ അത് 5,000 യൂണിറ്റിനാണ്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് 8 രൂപയാണ്. അങ്ങനെ 8,000 യൂണിറ്റിന് 64,000 രൂപ നേരിട്ട് എഴുതാം. മനസ്സിലായല്ലോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്ട്രാ 3,000 റേറ്റ് കണ്ടിട്ടാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ 3,000 ഇൻറ്റു 8 എത്രയാണ്, 24,000 ആണ് എക്സ്ട്രാ കോസ്റ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ കോസ്റ്റ് വരുന്നത് അങ്ങനെ വേണം ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ 64,000. അതായത് 3,000 യൂണിറ്റിന് എക്സ്ട്രാ വരുന്ന 24,000, ഓൾറെഡി 40,000 വരുന്നു. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8,000 റേറ്റ് കിട്ടും. അത്രയേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. എക്സാമിനേഷൻ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ കോളം ഒഴിവാക്കിയിട്ട് അത് മാത്രം ചെയ്തുകൊണ്ട് മാർക്ക് കുറയില്ല. അപ്പം ഞാനത് മാച്ചു. രണ്ടാമത് ഇതേപോലെ തന്നെ വേജസ്. അടുത്തത് വേജസ്. വേജസ് 50,000 ആണ്. 50,000-ന് 5,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 10 രൂപയാണ് ഒരു യൂണിറ്റിന് വരുന്നത്. ദെൻ ഇൻറ്റു 3,000, 30,000 ആണ് വരിക. പക്ഷെ ഇവിടെ വേജസിൻ്റെ കാര്യത്തിലൊരു മാറ്റം പറഞ്ഞിട്ടുണ്ട്. വേജസ്
10% ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ്ലി. മെറ്റീരിയൽസ് പ്രൊപ്പോർഷനേറ്റ്ലി ആണ്, അതെന്നാണ് നമ്മൾ നേരിട്ട് എഴുതിയത്. ഇത് 10% കുറവാണ്. അപ്പം 30,000-ൻ്റെ മൈനസ് 10%. 30,000-ൽ നിന്ന് 3,000 പോയി കഴിഞ്ഞാൽ 27,000. 27,000 ആഡ് ചെയ്യുന്ന സമയത്ത് 77,000. ദെൻ അടുത്തത് ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് ഡയറക്റ്റ് തന്നെയാണ്, അതിൽ മാറ്റില്ല. അപ്പോൾ അവിടെ 800 ആണുള്ളത്, അത് 5,000 യൂണിറ്റ്സിനാണ്. അപ്പോൾ 800 ഡിവൈഡ് ബൈ 5,000 ഇൻറ്റു 3,000 ഇസ് ഈക്വൽ ടു 480. 480. 8 4 12. 1280. അപ്പോൾ ഇനി പ്രൈം കോസ്റ്റ് കാണുമ്പോൾ 0 8 4 10 5 51 400. ഇവിടെ 0 8 2 8 4 ബാക്കി 1 42 280. ഇനി അടുത്ത് ഫിക്സഡ് ഓവർഹെഡ് ആണ്. ഫിക്സഡ് ഓവർഹെഡിൽ പറഞ്ഞിട്ടുള്ള ഫിക്സഡ് ഓവർഹെഡ് ₹400 എക്സ്ട്രാ. അപ്പോൾ ഫിക്സഡ് ഓവർഹെഡ് 400 രൂപയാണ് എക്സ്ട്രാ. എത്രയ്ക്ക്? 1000 യൂണിറ്റിന്. ഫിക്സഡ് ഓവർഹെഡ് 400 ആണ് എക്സ്ട്രാ ഫോർ 1000 യൂണിറ്റ്സ്. ഇവിടെ നമുക്ക് 3000 ആണ്, 3000 ആണ്. അപ്പോൾ ഇൻറ്റു 3, അപ്പോൾ 1200 ഫിക്സഡ്. 1200 രൂപയാണ് ഫിക്സഡിൽ കൂടുക. അപ്പോൾ 37,200 37,200. ഇനി അടുത്ത വേരിയബിൾ ആണ്. വേരിയബിൾ ഓവർഹെഡ് 25% ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ്ലി ആണ്. അപ്പോൾ ഞാൻ ഇത് മാറ്റുന്നുണ്ട്. വേരിയബിൾ ഓവർഹെഡ്സ് എന്ന് പറയുന്നത് 25% ലെസ്സാണ്. വേരിയബിൾ നമ്മൾ നോക്കുക, 10,000 ആണ്. വേരിയബിൾ ആയതുകൊണ്ട് തന്നെ 10,000-നെ 5,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 2 രൂപ ഇൻറ്റു 3000, അപ്പോൾ 6000. 6000. ഈ 6000-ൽ നിന്ന് എത്ര കുറയണം? 6000-ൽ നിന്ന് 25%, 25%. അപ്പോൾ 10% എന്ന് പറയുമ്പോൾ 600, 600, 300 അല്ലേ? 2 10% ഇപ്പോൾ 20ആയി, 25ആയി. 0 0 12 3 5 1500 രൂപ കുറയും. 1500 കുറയുമ്പോൾ 4500. 6000 ആണ് വരിക. വേരിയബിൾ ഓവർഹെഡ്സ് വരിക പെർ യൂണിറ്റ് 10,000 രൂപയാണ് വന്നിട്ടുള്ളത്. അത് 5000 യൂണിറ്റിനാണ്. അപ്പോൾ ഒരു യൂണിറ്റിന് 2 രൂപ ഇൻറ്റു 3000 അല്ലേ? 3000 ആണല്ലോ. 3000 ചെയ്യുമ്പോൾ 6000 ആണ് വരിക. അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എത്ര കുറയും? 25% പ്രൊപ്പോർഷനിൽ നിന്ന് കുറവാണ്. അപ്പോൾ 1500 രൂപ കുറയുമ്പോൾ 4500 രൂപയാണ് ഇവിടെ വരിക. 4500. രണ്ടും കൂടി കൂട്ടുമ്പോൾ 14,500. ഇപ്പോൾ ഇവിടെ 0 8 9 10 11 ബാക്കി 1 ഉണ്ടാകും. ഇവിടെ 0
8 9 1,93,980. ഇതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളത് രണ്ടാമത്തെ ബി പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഷോ ഹൗ മച്ച് ഇറ്റ് വുഡ് ഡിഫർ ഇഫ് ഫാക്ടറി ഓവർ ഹെഡ്സ് ഈസ് ബേസ്ഡ് ഓൺ ലേബർ. ഫാക്ടറി ഓവർ ഹെഡ്, ഇതാണ് ഫാക്ടറി ഓവർ ഹെഡ്. ഇത് ലേബറിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ നോക്കുക, വേജസ് ലേബർ എന്ന് പറഞ്ഞാൽ 50,000 ആണ്. ഇവിടെ എത്രയാണ്? 36,000 ആണ്. 36,000 ഡിവൈഡഡ് ബൈ 50,000 ഹോൾ ഇൻറ്റു 100. ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാവും 92%. ആ 92% വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 8,000 യൂണിറ്റിൻ്റെ ഒരു കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കേണ്ടത്. നമുക്കതിലേക്ക് പോവാം. ബോർഡ് ക്ലീൻ ചെയ്തിട്ട് പുതിയ കോസ്റ്റ് ഷീറ്റ് വരച്ചിട്ട് നമുക്ക് അത് വർക്ക് ചെയ്യാം. ഇത് മനസ്സിലാക്കി വയ്ക്കുക, 92%. ഇത് ബി ക്വസ്റ്റ്യൻ ആണ്. അതായത് 8,000 യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് തന്നെ നമ്മൾ എന്തെടുക്കുകയാണെങ്കിൽ ഫാക്ടറി ഓവർഹെഡ് ഡയറക്റ്റ് ലേബറിൻ്റെ ബേസിലാണെങ്കിൽ, അപ്പോൾ നമുക്ക് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് നേരത്തെ കണ്ടുവച്ച എമൗണ്ട് ധൈര്യമായിട്ട് എഴുതാം. മെറ്റീരിയൽ അതിൽ മാറ്റില്ല, എമൗണ്ടിൽ മാറ്റില്ല. നേരത്തെ കിട്ടിയ എമൗണ്ട് തന്നെ, കോസ്റ്റ് ഷീറ്റിലെ എമൗണ്ട് തന്നെ 64,000. അതിൽ യാതൊരു ചേഞ്ചും ഇല്ല. മെറ്റീരിയൽ കഴിഞ്ഞാൽ ഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബറിൻ്റെ കേസിൽ ഡയറക്റ്റ് ലേബർ എന്നല്ല വേജസ് എന്നാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ എഴുതാം കേട്ടോ, വേജസ് എന്ന് തന്നെ എഴുതാം. വേജസ് 77,000. അത് നേരത്തെ എമൗണ്ട് എടുത്ത് എഴുതുന്നതാണ്. ഇനി ഡയറക്റ്റ് എക്സ്പെൻസസ് അതും തന്നിട്ടുണ്ട്, അതിൽ മാറ്റില്ല. ഡയറക്റ്റ് എക്സ്പെൻസസ് വന്നിട്ടുള്ളത് 1,280, 1,280. അപ്പോൾ ഇത് പ്രൈം കോസ്റ്റ് വരെയൊക്കെ എല്ലാം സെയിം ആയിരിക്കുമല്ലോ, അറിയാലോ. 1,42,280. ഇതാണ് പ്രൈം കോസ്റ്റ്. ഇനി ആഡ് ഫാക്ടറി ഓവർഹെഡ്. ഈ ഫാക്ടറി ഓവർഹെഡ്സ് ആണ് നേരത്തെ നമ്മൾ കണ്ടത്. ഞാനിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, നേരത്തെ കോസ്റ്റ് ഷീറ്റിലെ ഫാക്ടറി ഓവർഹെഡ് 46,000 ആയിരുന്നു. നേരത്തെ കോസ്റ്റ് ഷീറ്റിലെ ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത് 50,000 ആയിരുന്നു. അതായത് 5,000 യൂണിറ്റിൻ്റെ ഇൻറ്റു 100. അപ്പോൾ നമുക്ക് മനസ്സിലായി 92% ആണ് അവിടെ. 92% ആണ്, 92%. അപ്പോൾ അത് ഇവിടെയും അങ്ങനെ തന്നെ. വേജസ് എത്രയാണ്? 77,000 ഇൻറ്റു 92/100. 77,000 ഇൻറ്റു 92/100. അപ്പോൾ അതിന് വരുന്നത് 70,840. 70,840. അത് ആഡ് ചെയ്യുക. 0 1 ബാക്കി 1 2 13 120. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം ഇത്
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയാലും ഈ ബി പോയിൻ്റ് ആയാലും എ പോയിൻ്റ് ആയാലും അത്ര വലിയൊരു അഡ്ജസ്റ്റ്മെൻ്റുള്ള പ്രോബ്ലം ഒന്നല്ല. എങ്കിലും കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അത് പഠിക്കാവുന്നതാണ്, എളുപ്പത്തിന് മനസ്സിലാക്കാവുന്നതാണ്. ചെറിയ ചേഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള മെത്തേഡ് വ്യത്യാസമുണ്ട്, വേറെ മാറ്റങ്ങളൊന്നും തന്നെയില്ല. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് സാധാരണ അറിയുന്നതാണ് പ്രൈം കോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഫാക്ടറി ഓവർഹെഡ് ചില കേസുകളിലൊക്കെ നമുക്ക് ഡയറക്റ്റ് വേജസിൻ്റെ മുകളിലാണ് എടുക്കുന്നത്. ആ പെർസെൻറ്റേജിൽ ചെയ്യുകയാണെങ്കിൽ എന്താണ് വ്യത്യാസം വരിക? അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നത് കൂടുകയാണ് ചെയ്യുക. ആ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ കൂടുകയാണ് ചെയ്യുക. നേരെ മറിച്ച് നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് റേറ്റ് കുറവാണ് വരുന്നത്, ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 301 ഇല്ലസ്ട്രേഷൻ 18 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. ABC Limited is manufacturing transistor sets and the following details are furnished in respect of its factory operation for the year ending 31st December 2019. ഇനി വലതുഭാഗത്ത് രണ്ട് ഹെഡിങ് ഉണ്ട്, ഒന്ന് ബിഗിനിങ്ങും മറ്റൊന്ന് ക്ലോസിങ്ങും. അതിലെ ആദ്യം പറഞ്ഞിട്ടുള്ള വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽസ് ആണ്, അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ന് പറയാൻ പറ്റില്ല, മെറ്റീരിയൽസും അല്ല അതേപോലെ തന്നെ ഫിനിഷ്ഡ് പ്രോഡക്റ്റും അല്ല. ആ സ്റ്റേജിനെയാണ് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. വർക്ക് ഇൻ പ്രോഗ്രസ് മെറ്റീരിയൽസിന് ബിഗിനിങ്ങിൽ 10,000 യൂണിറ്റ് ഉണ്ട്, ക്ലോസിങ്ങിൽ 15,000 യൂണിറ്റ് ഉണ്ട്. ലേബറിന് ബിഗിനിങ്ങിൽ 12,000 ഉണ്ട്, ക്ലോസിങ്ങിൽ 14,000 ഉണ്ട്. ഫാക്ടറി എക്സ്പെൻസസ് ബിഗിനിങ് 6,000 ഉണ്ട്, ക്ലോസിങ് 7,000 ഉണ്ട്. അങ്ങനെ ടോട്ടൽ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് നമുക്ക് 80,000 ഉണ്ട്. പർച്ചേസസ് ഓഫ് റോ മെറ്റീരിയൽസ് 4,12,000 ഉണ്ട്. ഡയറക്റ്റ് ലേബർ 3 lakh ഉണ്ട്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് 37,000 തന്നിട്ടുണ്ട്. മാനുഫാക്ചറിങ് എക്സ്പെൻസസ് 81,000 തന്നിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 72,000 തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ സെറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബീയിങ് 6,000. 6,000 യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ 6,000 സെറ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ കോസ്റ്റ് ഷീറ്റ് എടുക്കുന്ന സമയത്ത് പഠിച്ചിട്ടുള്ളതാണ്. യൂണിറ്റ് കോസ്റ്റിങ്ങിൽ തന്നെ ആദ്യം പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് കോസ്റ്റ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ ക്വസ്റ്റ്യൻസൊക്കെ തുടങ്ങുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വരില്ല. പക്ഷേ സാധാരണ കണ്ടിട്ടുള്ളത് ഇതൊക്കെ അറിയാമെങ്കിലും കുട്ടികൾ ഇത്തരം ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതവിടെ ചെയ്യാതെ വയ്ക്കും. അപ്പോൾ ഇവിടെ നേരത്തെ ചെയ്തിട്ടുള്ള വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ എലിമെൻ്റ് ഇതിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഇപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കേട്ടോ. എന്തായാലും നമുക്കിത് ചെയ്ത് നോക്കാം, നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. ഇവിടെ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് 31st December 2019 വരച്ച് വെച്ചിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത്രയേ ഉള്ളൂ. 31st December ക്ലോസ് ചെയ്യുന്ന കോസ്റ്റ് ഷീറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം നേരത്തെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കൊക്കെ ഉള്ള ക്വസ്റ്റ്യനിൽ ചെയ്തിരുന്ന പോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് തുടങ്ങുക. ഓപ്പണിംഗ് അതാണ്. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് അത് നമുക്ക് തന്നിട്ടുണ്ട്. മെറ്റീരിയൽസിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് സെപ്പറേറ്റ് തന്നെ തന്നിട്ടുണ്ട് 80,000. ഇത് വർക്ക് ഇൻ പ്രോഗ്രസ് അല്ല കേട്ടോ. റോ മെറ്റീരിയൽസിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്. ആഡ് പർച്ചേസസ് ഓഫ് റോ മെറ്റീരിയൽസ്.
ആഡ് പർച്ചേസസ് ഓഫ് റോ മെറ്റീരിയൽസ്. പർച്ചേസസിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 4,12,000. 4,12,000. ഇനി മെറ്റീരിയൽസിൻ്റെ വർക്ക് ഇൻ പ്രോഗ്രസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്യാം. ആഡ് ഓപ്പണിംഗ് work in progress of raw materials. അത് 10,000 ആണ്. അഞ്ച് രണ്ട്. ഇനി ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് 37,000. ഒരു ഐറ്റം കൂടി ലെസ് ചെയ്യാനുണ്ട്. ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് അല്ലെങ്കിൽ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഓഫ് റോ മെറ്റീരിയൽസ്. അത് 15,000. 15,000. ഇത് കുറയ്ക്കേണ്ട കാരണം കൊണ്ട് ഞാൻ ബ്രാക്കറ്റിൽ ഇടുന്നുണ്ട്, രണ്ടും മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേണമെന്നൊന്നുമില്ല, പക്ഷെ കുറയ്ക്കാനുള്ള ഫിഗർ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് 4,50,000. 4,50,000. ഇതാണ് റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ്. ഇനി അടുത്ത് ഡയറക്റ്റ് ലേബർ. സാധാരണ ഡയറക്റ്റ് ലേബറിലൊന്നും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇതുപോലെ ഓപ്പണിംഗ് സ്റ്റോക്കൊന്നും വരാറില്ല. ഇവിടെ ഇപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് വന്ന കാരണം കൊണ്ട് ഡയറക്റ്റ് ലേബർ ഫോർ ദ പീരീഡ്, ഈ വർഷം വന്നിട്ടുള്ള എക്സ്പെൻസ് അത് നമുക്ക് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. 3 lakh ആണ്. ആഡ് ഓപ്പണിംഗ് work in progress of labor. ഓപ്പണിംഗ് work in progress of labor 12,000. അത് ആഡ് ചെയ്യാം. മൂന്ന് 12. ഇനി എന്ത് ചെയ്യണം? ലെസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഓഫ് ലേബർ. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഓഫ് ലേബർ 14,000. 14,000. അപ്പോൾ 12 പോവുകയാണെങ്കിൽ 3 ലക്ഷം, 2 പോവുകയാണെങ്കിൽ 2,98,000. 2,98,000.
2,98,000. ഇതാണ് ലേബർ ചാർജ്. ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ല, 2 ഡയറക്റ്റ് ആയിട്ടേ ഉള്ളൂ. 3 കൂട്ടി 8, 4, 6, 7. 7,48,000. ഇതാണ് പ്രൈം കോസ്റ്റ്. ഇതിനെയാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. 7,48,000 രൂപയാണ് പ്രൈം കോസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് ബോർഡ് ക്ലീൻ ചെയ്തിട്ട് എഴുതാൻ പറ്റുള്ളൂ. പ്രൈം കോസ്റ്റ് കാണുമ്പോഴേക്കും ബോർഡ് നിറഞ്ഞു. കാരണം ഒരുപാട് ഐറ്റംസ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അതുകൂടാതെ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, റോ മെറ്റീരിയൽസിനും അതുപോലെ തന്നെ ലേബറിനൊക്കെ. അതുകൊണ്ട് ഞാൻ ബോർഡ് ക്ലീൻ ചെയ്ത് ഈ പ്രൈം കോസ്റ്റ് 7,48,000 മുകളിലേക്ക് എഴുതി വയ്ക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രൈം കോസ്റ്റ് മുകളിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. 7,48,000 ആണ് പ്രൈം കോസ്റ്റ്. ഇനി എന്ത് ചെയ്യുക? മാനുഫാക്ചറിങ് എക്സ്പെൻസസ് അതിനോടുകൂടി ആഡ് ചെയ്യുക. ആഡ് manufacturing expenses for the period. അതായത് ഈ വർഷം വന്നിട്ടുള്ള മാനുഫാക്ചറിങ് എക്സ്പെൻസ് 81,000, 81,000 ആണ്. അത് നമ്മളിവിടെ ആദ്യം തന്നെ എഴുതി വയ്ക്കുക. ഇതിൻ്റെ ഓർഡർ ആദ്യം ഓപ്പണിംഗ് എഴുതിയോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആഡ് ഓപ്പണിംഗ് WIP, that is work in progress of manufacturing expenses. Opening work in progress of manufacturing expenses എന്ന് പറയുന്നത് 6,000 ആണ്. $87,000. ഇനി എന്ത് ചെയ്യുക? കഴിഞ്ഞിട്ടില്ല, ആൻസർ ആയിട്ടില്ല. ലെസ് ക്ലോസിംഗ് WIP ഓഫ് മാനുഫാക്ചറിങ് എക്സ്പെൻസ്. അത് വരുന്നത് 7,000. അപ്പോൾ 87,000 നിന്ന് 7,000 കുറയ്ക്കുമ്പോൾ 80,000. ഇതാണ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആഡ് ചെയ്യേണ്ട എമൗണ്ട്. പ്രൈം കോസ്റ്റിനോടുകൂടി മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ, മാനുഫാക്ചറിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി ഓവർ ഹെഡാണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഫാക്ടറി കോസ്റ്റ്. 8,28,000. That is factory cost. ഫാക്ടറി കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താണെന്ന് നോക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്. ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്. അത് തന്നിട്ടുള്ളത് 72,000. അതിനാണെങ്കിൽ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒന്നുമില്ല, അഡ്മിനിസ്ട്രേഷൻ അല്ലേ. ഓഫീസിൽ വരുന്ന ഭരണപരമായിട്ടുള്ള എക്സ്പെൻസ് ആണ്. $9 lakh. ഈ 9 lakh ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ.
ഡബിൾ ലൈൻ ചെയ്യുക, അതിന് പേര് കൊടുക്കുക. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു കാര്യം കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ ട്രാൻസിസ്റ്റർ സെറ്റ്. അതായത് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ട്രാൻസിസ്റ്റർ സെറ്റ്. ട്രാൻസിസ്റ്റർ സെറ്റ്, ട്രാൻസിസ്റ്റർ സെറ്റിൻ്റെ വില 9 ലക്ഷമാണ് ടോട്ടല്. ഉണ്ടാക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് 6000 ആണ്. അപ്പോൾ 9 lakh divided by 6000 is equal to rupees 150. ഒരു യൂണിറ്റിന് 150 രൂപ. ട്രാൻസിസ്റ്റർ സെറ്റിന് 6000 സെറ്റാണ് ഉണ്ടാക്കുന്നത്. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 9 ലക്ഷം രൂപയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു യൂണിറ്റിന് 150 രൂപയാണ് കോസ്റ്റ് വരുന്നത്. ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് വരുന്നത് 150 രൂപയാണ് കേട്ടോ. ഇന്ന് ഈ ക്ലാസ് ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.